ഛത്തീസ്ഗഡിൽ റായ്പൂരിൽ ന്യൂ രാജേന്ദ്ര നഗറിലാണ് ചന്ദ്രിക ഓഗ്രെ ആളുടെ ഫാമിലിയുടെ ഒപ്പം താമസിച്ചിരുന്നത്. ആൾ ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു, റിട്ടയർഡ് ആയിട്ട് ഇപ്പോൾ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ആൾക്ക് ടോട്ടൽ 4 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്, 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും. അതിൽ ഇളയ പെൺകുട്ടിയുടെ പേര് റൂബൽ ഓഗ്രെ എന്നാണ്, 24 വയസ്സായിരുന്നു പ്രായം. അപ്പോൾ റൂബലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് സ്കൂളിംഗ് ഒക്കെ റായ്പൂർ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. പിന്നീട് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഛത്തീസ്ഗഡിൽ പോവുമായിരുന്നു. അവിടെയായിരുന്നു ഡിഗ്രി ഒക്കെ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞ ഒരു ലീഡിംഗ് ഏവിയേഷൻ ഫേമിൻ്റെ എയർ ഹോസ്റ്റസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഏപ്രിൽ 2023 മുംബൈയിലോട്ട് ഈ ഒരു പെൺകുട്ടി വണ്ടി കയറുകയാണ്. അവിടെ ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു റൂബലിന്റെ സിസ്റ്ററും ആളുടെ ബോയ് ഫ്രണ്ടും താമസിച്ചിരുന്നത്. റൂബൽ നേരെ അങ്ങോട്ട് പോവുകയാണ്, അവരുടെ ഒപ്പം താമസിക്കാനും തുടങ്ങി. റൂബലിന്റെ ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് പോവായിരുന്നു. ആള് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോവായിരുന്നു. അങ്ങനെ ഇരിക്കെ റൂബലിന്റെ ചേച്ചിയും ബോയ് ഫ്രണ്ടും നാട്ടിലോട്ട് പോവാണ് കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ട്. റൂബലിന് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നാട്ടിലോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. റൂബൽ അവിടെ തന്നെ തങ്ങാണ് ഉണ്ടായത്. എന്നാൽ ആ ഒരു സമയത്ത് ഇവർ ആരും പ്രതീക്ഷിക്കാത്തത് നടക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു ഇൻസിഡൻറ്റ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് റൂബലിൻ്റെ ഫാമിലി ഒന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. അന്ന് കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 3, 2023 റൂബൽ ഫ്ലാറ്റിൽ ഒറ്റക്കാണല്ലോ. അതുകൊണ്ട് തന്നെ രാവിലെ പാരൻസിനൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യായിരുന്നു. അതിനുശേഷം കോള് കട്ട് ചെയ്തു. പിന്നീട് ഈവനിങ് ടൈമിൽ പാരൻസ് റൂബലിനെ തിരിച്ചു വിളിക്കുകയാണ്. ആ ഒരു ടൈമിൽ റൂബൽ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം സിസ്റ്ററും ഇതേപോലെ തന്നെ വിളിച്ചു നോക്കി, ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് അവർ റൂബൽ ഫോൺ എടുക്കാത്തത് എന്നുള്ളതിനെക്കുറിച്ച് അവർ കൺസേൺഡ് ആവുകയാണ്. അങ്ങനെ റൂബലിൻ്റെ സിസ്റ്റർ ആളുടെ ഒരു ഫ്രണ്ടിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സിസ്റ്റർ അവിടെ ഒറ്റക്കാണ്, ഒന്ന് പോയി നോക്കാൻ പറ്റുമോ? വിളിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ കൊടുക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി ഒരു 9:30 കഴിയുന്ന ഒരു സമയത്ത് ആ ഫ്രണ്ട് ഇതേപോലെ തന്നെ റൂബലിൻ്റെ ഫ്ലാറ്റിലോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഡോർ നോക്ക് ചെയ്ത് നോക്കി, കോളിംഗ് ബെൽ അടിച്ചു നോക്കി. എന്നാൽ ആരും തന്നെ അകത്തുനിന്ന് വരുന്നുണ്ടായിരുന്നില്ല, യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും റൂബലിൻ്റെ ഫോണിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് ആൾ വിചാരിക്കുകയാണ്. അങ്ങനെ റൂബലിൻ്റെ ഫോണിലോട്ട് കോൾ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ കോള് പോകുന്നുണ്ട്, കോള് റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. പിന്നെ ആൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി ഫ്ലാറ്റിൻ്റെ അകത്തു നിന്ന് തന്നെയാണ് ഈ ഒരു ഫോൺ റിങ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുകയാണ്. ഉടനെ തന്നെ ഇതേപോലെ തന്നെ റൂബലിൻ്റെ സിസ്റ്ററിനെ വിളിച്ചു കഴിഞ്ഞിട്ട് കാര്യവും പറഞ്ഞു പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. വിവരം അറിഞ്ഞ പോലീസുകാർ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തുകയാണ്. ഒരു 9:45, 10 മണിയൊക്കെ ആയപ്പോഴത്തേനും പോലീസുകാർ അങ്ങോട്ട് എത്തിയതായിട്ടാണ് പറയപ്പെടുന്നത്. പോലീസുകാർ വന്നിട്ട് ഡോറിൽ തട്ടി നോക്കി, കുറേ വിളിച്ചു നോക്കി, എന്നിട്ടും അകത്തൊന്നും യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അവസാനം സ്പെയർ കീ യൂസ് ചെയ്തിട്ട് അവർ ഡോറ് തുറന്നിട്ട് അകത്തോട്ട് കയറുകയാണ്. അവരിങ്ങനെ അകത്തോട്ട് കയറിയപ്പോൾ ഹാളൊക്കെ അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷം ബെഡ്റൂമിലോട്ട് പോയി നോക്കി, റൂമും ഇതേപോലെ തന്നെ കിടക്കുന്നുണ്ട്, വേറെ വിഷയവും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ബാത്റൂം തുറന്ന് അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. ബാത്റൂമിൽ ഹാഫ് നേക്കഡായിട്ട് ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന റൂബലിനെ ആയിരുന്നു അവർ കണ്ടത്. ഇത് കണ്ട സിസ്റ്ററിൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ പോലീസുകാരും ഷോക്കായി പോവുകയാണ്. അപ്പോൾ ആരാണിത് ചെയ്തത്, അതുപോലെ തന്നെ ഇത് ചെയ്ത ആൾ എങ്ങനെയാണ് പുറത്തോട്ട് പോയത്, അതുപോലെ തന്നെ ഏതായുധമാണ് ഉപയോഗിച്ചത് ചെയ്തത്, അങ്ങനെ ഉള്ള ഒരുപാടധികം സംശയങ്ങൾ പോലീസിൻ്റെ ഉള്ളിലുണ്ടാവുകയാണ്. കഴുത്തറുത്തായിരുന്നു ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ടുണ്ടായത്. പിന്നെ റൂബലിൻ്റെ ഒരു വളരെ അടുത്ത റിലേറ്റീവ് ഒരു DSP ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് വളരെ തീവ്രമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ പോലീസുകാർ അന്വേഷിക്കുകയാണ്. അങ്ങനെ അവർ റൂബലിൻ്റെ ഫോൺ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തു. അതുപോലെ തന്നെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിലത്തെ CCTV വിഷ്വൽസും മറ്റുമൊക്കെ പരിശോധിക്കുകയാണ്. സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ആരെങ്കിലും അങ്ങോട്ട് വന്നിട്ടുണ്ടോ, പോയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് റൂബലിൻ്റെ ഫോൺ ഡീറ്റെയിൽസും മറ്റുമൊക്കെ പരിശോധിച്ചു. അവർ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ പറയുക, സംശയിക്കത്തക്കതായിട്ടുള്ള ഒന്നും തന്നെ പോലീസിന് ലഭിച്ചില്ല. പിന്നീട് ആ അപ്പാർട്ട്മെൻറ്റിലുള്ള ഓരോരുത്തരെയും പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാണ്. എന്നിട്ടും പോലീസിന് ആ ഒരു കേസിൽ യാതൊരു ലീഡും ലഭിച്ചില്ല. അങ്ങനെ ആ അപ്പാർട്ട്മെൻറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പാർട്ട്മെൻറ്റിലോട്ട് പുതിയതായിട്ട് വരുന്ന ആളുകളുടെ എൻട്രി കാര്യങ്ങളൊക്കെ എഴുതുന്നത് ആളുടെ ജോലിയായിരുന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു രജിസ്റ്റർ എടുത്ത് നോക്കിയപ്പോൾ പുതിയതായിട്ട് ഒരു 35ഓളം ആളുകൾ അന്നത്തെ ദിവസം ആ ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഡീറ്റെയിൽസ് എടുത്ത് പോലീസുകാർ അവരെ കോൺടാക്ട് ചെയ്തു. പിന്നെ അവരെ ക്വസ്റ്റ്യൻ ചെയ്തു. അവരെല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടും എന്താ പറയുക, ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലീഡ് പോലീസിന് ലഭിച്ചില്ല. ആകെപ്പാടെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു. ഇങ്ങനെ പോലീസുകാർ ഈ ഒരു കേസിൽ സ്റ്റക്കായി നിൽക്കുന്ന സമയത്താണ് CCTV വിഷ്വൽസും മറ്റൊക്കെ പരിശോധിക്കുന്ന ആ ടീം ഓഫ് പോലീസ് ഓഫീസേഴ്സ് ഒരു കാര്യം കണ്ടെത്തുന്നത്. ആ ഫ്ലാറ്റിലോട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ വരുന്ന സമയത്ത് ഒരു ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് വേറൊരു ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ
ആ ഒരു അപ്പാർട്ട്മെൻറ്റിലത്തെ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് ഇത് ആരാണ് അറിയോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. വിക്രം അത്വാൾ എന്ന് പറയുന്ന ഒരാളായിരുന്നു അത്. ആള് അവിടുത്തെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫാണ്. സ്വാഭാവികമായിട്ടും ആൾ വന്നപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ട് വന്നു, പോയപ്പോൾ വേറൊരു ഡ്രസ്സ് ഇട്ട് പോയി. അതുകൊണ്ട് പോലീസിന് സംശയം ഉണ്ടാവുകയാണ്. അപ്പോൾ എന്തായാലും ആളെ കസ്റ്റഡിയിൽ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ സെപ്റ്റംബർ 4, അതായത് പിറ്റേ ദിവസം തന്നെ ആളെ വീട്ടിൽ പോയിട്ട് ആളെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. ഭവായ് തങ്ക എന്ന് പറയുന്ന ആളുടെ ഗ്രാമത്തിൽ നിന്ന് രാത്രി തന്നെ അയാളെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. പിന്നീടുള്ള ഇൻട്രോഗേഷനിൽ ആദ്യമൊന്നും ആൾ സമ്മതിച്ചില്ല. എന്നാൽ ഈ CCTV വിഷ്വൽസും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലുള്ള ഇൻട്രോഗേഷനൊന്നും ആൾക്ക് താങ്ങാനായിട്ട് സാധിച്ചില്ല. അവസാനം ഈ ഒരു കൃത്യം ചെയ്തത് താനാണെന്ന് ആള് പറയുകയാണ്. വിക്രം അത്വാളിന്റെ കാര്യം പറയാനുണ്ടെങ്കിൽ ആള് 12 വർഷങ്ങൾക്ക് മുൻപ് പഞ്ചാബിൽ നിന്ന് മുംബൈയിലോട്ട് വന്നതാണ്, ജോലിയും മറ്റൊക്കെ അന്വേഷിച്ചുകൊണ്ട്. പിന്നെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിച്ച് വൈഫിനായിട്ട് അവിടെ താമസിക്കുകയായിരുന്നു. 2 കുട്ടികളും ഉണ്ടായിരുന്നു ആൾക്ക്. ഏകദേശം 1 വർഷത്തിന് മുൻപാണ് ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഈ ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിട്ട് ആൾ ജോയിൻ ചെയ്യുന്നത്. വീടുകളിൽ നിന്നുള്ള വേസ്റ്റുകളും മറ്റുമൊക്കെ കളക്ട് ചെയ്യുക, പിന്നെ എന്താ പറയുക, ക്ലീൻ ചെയ്തിടുക, അങ്ങനെയുള്ള ജോലികളായിരുന്നു ആളുടേത്. ആളുടെ വൈഫും സെയിം അപ്പാർട്ട്മെൻറ്റിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെയുള്ള ഫ്ലാറ്റുകളിൽ കുക്കിംഗ് ജോലികളായിരുന്നു ആ ഒരു വൈഫ് ചെയ്തിരുന്നത്. അങ്ങനെ വിക്രം വേസ്റ്റ് ശേഖരിക്കാൻ പോകുന്നതിൻ്റെ ഇടയിലാണ് റൂബലിനെ കാണുന്നത്. റൂബലിനെ കണ്ടതിന് ശേഷം അയാൾ ആ ഒരു സ്ത്രീയെ തെറ്റായ രീതിയിൽ നോക്കാനായിട്ട് തുടങ്ങി. എങ്ങനെയെങ്കിലും ആ ഒരു പെൺകുട്ടിയെ പ്രാപിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇയാൾക്ക് ഉണ്ടാവുകയാണ്. ആ ഒരു സമയത്താണ് റൂബലിൻ്റെ സിസ്റ്ററും ബോയ് ഫ്രണ്ടും ഇതുപോലെ തന്നെ നാട്ടിലോട്ട് പോകുന്നത്. അവർ നാട്ടിലോട്ട് പോയിട്ട് 8 ദിവസം കഴിഞ്ഞു. ഈ ഒരു കാര്യം ഇയാൾക്കും അറിയായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് റൂബലിനെ കൺവിൻസ് ചെയ്തിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നുള്ള ഒരു മൈൻഡായിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ അന്ന് ജോലിക്ക് പോകുന്നതിന് മുമ്പ് വലിയൊരു കത്തിയും ആൾ വാങ്ങിയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൊണ്ടാണ് ആൾ ഇതേപോലെ തന്നെ ഫ്ലാറ്റിൽ അന്ന് വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് പോയത്. ഇനിയിപ്പോൾ റൂബിൾ സമ്മതിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യം സാധിക്കാനായിരുന്നു ആൾ കത്തി ആളുടെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം ഒരു 11:30 സമയത്ത് ഈ റൂബിളിൻ്റെ ഫ്ലാറ്റിൻ്റെ ഡോർ ആൾ തട്ടുകയാണ്. അപ്പോൾ വന്നിട്ട് റൂബിൾ ഓപ്പൺ ചെയ്തു. വേസ്റ്റ് ഉണ്ടോ എന്ന് ആൾ ചോദിച്ചു. ആ വേസ്റ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് റൂബിൾ അകത്തോട്ട് പോയി. ആ ഒരു ടൈമിൽ ഇയാൾ ഡോർ തുറന്നിട്ട് അകത്തോട്ട് കയറിയായിട്ട് ഡോർ ലോക്ക് ചെയ്തു. അപ്പോൾ വേസ്റ്റ് എടുത്ത് തിരിച്ചു വരുന്ന റൂബിൾ കാണുന്നത് ഇയാൾ ഡോർ ലോക്ക് ചെയ്ത് അകത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഇയാളുടെ അടുത്ത് കുറേ ചീത്ത പറഞ്ഞു, പുറത്തു പോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ എന്താ പറയുക, റൂബിൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാളൊന്നും ചെയ്യുന്നില്ല. അയാൾ പെട്ടെന്നുകൊണ്ട് തന്നെ റൂബിളിനെ കയറി പിടിക്കുകയാണ്. അപ്പോൾ റൂബിൾ ആകെപ്പാടെ എന്താ പറയുക, അയാളെ എതിർത്ത് പോരാടുകയാണ്. അതേപോലെ തന്നെ അയാളെ തള്ളി മാറ്റിയിട്ട് ഇവിടെ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒച്ച വെക്കുമെന്ന് പറഞ്ഞു. ആ ഒരു സമയത്താണ് അയാൾ ഒളിപ്പിച്ച് വെച്ചിരുന്ന കത്തി എടുക്കുന്നത്. കത്തി എടുത്ത് കഴിഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. ആ ഒരു സമയത്ത് റൂബിൾ തിരിച്ച് അറ്റാക്ക് ചെയ്യാണ്. ആ ഒരു കത്തി ആളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി അയാളെ എന്താ പറയുക നല്ല രീതിയിൽ അടിച്ചു. എന്നിട്ട് അയാൾ അതൊന്നും പോരാതെ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേനും കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് ആൾക്ക് മനസ്സിലായി. ആൾ കയ്യും കാലമൊക്കെ പിടിച്ച് ആ ഒരു കത്തിയും വാങ്ങി അവിടെ നിന്ന് ഇങ്ങനെ പോവാന്നുള്ളൊരു പ്ലാനിലായിരുന്നു. എന്നാൽ ആ ഒരു കത്തിയൊക്കെ വാങ്ങിയപ്പോൾ അയാൾ ചിന്തിച്ചത് വേറൊരു കാര്യമാണ്. ഇനിയിപ്പോൾ ഞാൻ പുറത്തോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ കാര്യം ഇനി ബാക്കിയുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവൂലേ. അപ്പോൾ എന്തായാലും ഇവിടെ കൊല്ലാന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തി. ഉടനെ തന്നെ കഴുത്തിനൊരു വെട്ടു കൊടുക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ബോഡി ഇവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഒലിച്ച് ഇതേപോലെ തന്നെ ഹാളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആളുകൾ കാണും എന്ന് വിചാരിച്ചുകൊണ്ട് ഉടനെ തന്നെ ആ ഒരു ബോഡി എടുത്ത് കഴിഞ്ഞിട്ട് ആൾ ബാത്റൂമിൽ കൊണ്ടുപോയിട്ടു. അതിനുശേഷം അവിടെ ഹാളും അതുപോലെ തന്നെ ബെഡ്റൂം കാര്യങ്ങൾ എല്ലാം തന്നെ ക്ലീൻ ചെയ്തു, ബ്ലഡൊക്കെ വൃത്തിയാക്കി. പിന്നീട് വേറെ വഴിയാണ് ആൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ബാൽക്കണി വഴി വേറെ അവിടെ കൂടെ ഇറങ്ങിയിട്ടാണ് രക്ഷപ്പെട്ടതെന്ന് തോന്നുന്നു. അപ്പോൾ ആൾ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തിന് ഇത് ആരും അറിയില്ല എന്നുള്ളതാണ്. കാരണം ഈ റൂബിളിൻ്റെ സിസ്റ്ററും ബോയ് ഫ്രണ്ടും അവിടെ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ആരും അറിയാൻ സാധ്യതയില്ല എന്നായിരുന്നു ആൾ വിചാരിച്ചിരുന്നത്. കാരണം 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു അവർ വരാനുള്ള ഡേറ്റ് ഉണ്ടായിരുന്നത്. അത് ഇയാൾക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു. എന്നാൽ ആൾ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ഇയാൾ ഏകദേശം ഒരു 11:30 സമയത്ത് റൂബിളിൻ്റെ ഫ്ലാറ്റിൽ കയറിയിട്ട് ഏകദേശം 1:30 സമയത്താണ് അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായത്. ഏകദേശം 2 മണിക്കൂർ ആൾ റൂബിളിൻ്റെ ഫ്ലാറ്റിലായിരുന്നു. അവിടെ നിന്ന് ആൾ ഇറങ്ങിയിട്ട് നേരെ സ്വന്തം വീട്ടിലോട്ടാണ് പോയത്. വീട്ടിലെത്തിയ സമയത്ത് ആളുടെ മേത്തൊക്കെ ഇങ്ങനെ പാടുകൾ ഉണ്ടായിരുന്നു, അതായത് നഖം കൊണ്ട് കോറിയ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് മേത്ത് ഇങ്ങനെ ഫുള്ള് നിറച്ച് പാടുകൾ എന്ന് വൈഫ് ചോദിക്കുകയാണ്. അപ്പോൾ വൈഫിൻ്റെ അടുത്ത് ആൾ പറഞ്ഞു, ഞാൻ ജോലി ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്ലാസ് പൊട്ടി മേത്ത് വീണു, അതിൻ്റെ പാടുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവാണ് ഉണ്ടായത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്യാണ്. പിന്നീട് ഇയാളെ കൊല ചെയ്യാനായിട്ട് ഉപയോഗിച്ച കത്തി അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തുകയാണ്. ആളുടെ രക്തം പുരണ്ട ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഒരു ഡ്രസ്സ് ആളുടെ വീട്ടിൽ നിന്ന് തന്നെ പോലീസുകാർ കണ്ടെത്തി. അപ്പോൾ ആളി കൊലപാതകം ചെയ്ത സമയത്ത് ആളുടെ ഡ്രസ്സിൽ എന്താ പറയുക രക്തമായി. അപ്പോൾ ആ ഡ്രസ്സ് ഊരിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രസ്സ് എടുത്തിട്ടാണ് ആൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അയാളെ കോടതിയിൽ ഹാജരാക്കി സെപ്റ്റംബർ 8, 2023 വരെ അയാളെ പോലീസ് കസ്റ്റഡിയിൽ വെക്കാനായിട്ട് ഉത്തരവ് വരികയാണ്. എന്നാൽ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു കേസിൽ വേറൊരു ട്വിസ്റ്റ് കൂടെ നടക്കുന്നത്. അന്നത്തെ ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 7, 2023 അന്തേരിയിലുള്ളൊരു പോലീസ് സ്റ്റേഷനിലായിരുന്നു വിക്രം ഉണ്ടായിരുന്നത്. അന്നത്തെ ദിവസം അയാൾ ടോയ്ലറ്റിൽ പോയിട്ട് ടോയ്ലറ്റിൽ നിന്ന് പുറത്തോട്ട് വന്നില്ല.
പോലീസുകാർ നോക്കുമ്പോൾ തൻ്റെ സ്വന്തം പാൻറ് ഉപയോഗിച്ചുകൊണ്ട് ടോയ്ലറ്റിൽ ആൾ ആത്മഹത്യ ചെയ്തിരിക്കുകയായിരുന്നു. തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അയാളുടെ കഥയും അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയത്, നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.